സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദഃപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. ശിവരാത്രി ദിവസമായ ഇന്ന് മാണിക്യവാചകർ സ്വാമിയുടെ പരമഭക്തി വിലാസമായ ഈ ഗ്രന്ഥം ശിവപുരാണം, തിരുവാചകം, സാക്ഷാത് പരമേശ്വരൻ്റെയും രമണചരണതീർത്ഥ സ്വാമിയുടെ തൃപാദത്തിലും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്കിവിടെ ഇത് പൂർത്തീകരിക്കാം. ഭാഗവതത്തിലെ പറയണു, ഭക്തിക്ക് ആരംഭം തന്നെ ഈ ദ്രവിഡദേശത്തിൽ നിന്നാണ്. ദ്രവിഡദേശം എന്ന് പറയുന്നത് തെന്നാട് എന്ന് പറഞ്ഞാൽ തെക്ക് ദേശം. തെക്ക് ദേശത്തിൽ കേരളം, തമിഴ്നാട് എല്ലാം ഒന്നിച്ചിരിക്കുന്നു. ഭാഗവതത്തിലെ പറയണു, ദ്രവിഡദേശത്തിലാണ് ഭക്തിക്ക് ആരംഭം. പ്രാരംഭേ ദ്രവിഡദേശേ, മഹാത്മ്യത്തിൽ തന്നെ പറയണു. അപ്പൊ ഭക്തിക്ക് പേരുകേട്ട സ്ഥലമാണ് ഈ തെന്നാട്. ഇപ്പൊ അത് തമിഴ്നാട് എന്ന് പറയണു. അവിടെ ഈ ഭക്തിവിലാസം എന്തിനു തന്നിരിക്കണു എന്ന് വെച്ചാൽ, നമുക്ക് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് തന്നിരിക്കണം. ഭക്തിക്ക് ആദ്യത്തെ പടി എന്താണ് എന്ന് വെച്ചാൽ അനുസന്ധാനം ചെയ്ത് വിചാരം ചെയ്തിരിക്കുക. ഉപാസന, ഭക്തി വേറെ വേറെയല്ല. എപ്പോഴും ഒരു കാര്യത്തിനെ വിചാരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഉപാസന എന്ന് പറയണത്. അതിനെ തന്നെയാണ് ഭക്തി എന്ന് പറയണത്. അല്ലെ, ഒരാളോട് പ്രിയം, സദാ അയാളെ തന്നെ ചിന്തിച്ചിരുന്നാൽ അതിന് ഭക്തി എന്ന് പേര്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മാവിൻ്റെ പ്രിയത്തിന് വേണ്ടിയിട്ടാണ് സർവരോടും നമുക്ക് പ്രിയം വരണത്. നമുക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ വരണത് ഏതെങ്കിലും ഒരു വസ്തുവിനോട്. നാരദ മഹർഷി പറഞ്ഞു, ഭക്തി എന്ന് പറഞ്ഞാൽ പ്രിയം തന്നെയാണ്. നമുക്ക് ഇപ്പോഴും തമിഴ്നാട്ടിൽ പോയാൽ എൻ്റെ തമിഴ് എന്ന് പറഞ്ഞ് പ്രിയം കാണിക്കും. എന്താന്ന് വെച്ചാൽ ഭക്തി, നാടിനോടൊരു പ്രിയം അല്ലേ. അതുപോലെ ഈ ഭഗവാനോടുള്ള പ്രിയം ഒരു ഒഴുക്കുപോലെ വന്നിരുന്ന ഒരു സ്ഥലം. അവിടെ ഉണ്ടായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ഇവരുടെയൊക്കെ പാദം കഴുകിക്കൊണ്ട് നമുക്ക് വിചാരം ചെയ്യാം. ഇത്ര നാളത്തെ വിചാരം നമ്മൾ ചെയ്ത് വന്നു. ആ നമഃശിവായ എന്ന പഞ്ചാക്ഷരം തന്നെയാണ് ഉപാസന. ഈ ശിവരാത്രിക്കും നമ്മൾ എടുക്കേണ്ട ദീക്ഷ നമഃശിവായ എന്ന ദീക്ഷ എന്ന് വെച്ചാൽ ശീതളമായ ഒരു പൊരുൾ, മംഗളമായ ഒരു പൊരുളിനെ അറിയൽ. എല്ലാവരും മംഗളത്തെ തന്നെയാണ് തേടിക്കൊണ്ടേയിരിക്കുന്നത്. ഓരോ വഴിയിലൂടെ തേടുന്നതും മംഗളമായ വസ്തുവിനെയാണ്, ശാന്തിയാണ്. അവസാനം തേടലിൻ്റെ ഒടുക്കത്തിൽ നമുക്ക് മനസ്സിലാവും, ഞാൻ തേടുന്ന പൊരുൾ എൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് ശിവക്കേവലോഹം,
ഈ തേടൽ അവസാനിച്ചാലും ഒരു വസ്തു ഉള്ളിൽ മാറാതെ ഇരിക്കണ മംഗളമായ ഒരു സ്വരൂപമുണ്ട്. ആ സ്വരൂപത്തെയാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത്. ആ തേടലിനൊരു അറുതിക്കാണ് നമഃശിവായ എന്ന പഞ്ചാക്ഷരം മന്ത്രരൂപത്തിലിരിക്കുന്നത്. കേവലം മന്ത്ര അർത്ഥം മാത്രമല്ല, അതിന് ലക്ഷ്യാർത്ഥമുണ്ട്. ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം തന്നെ. ആ ഈശ്വര സാക്ഷാത്കാരം അറിയണമെങ്കിൽ എന്താ യോഗ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു യോഗ്യതയും ഇല്ല എന്ന് മാണിക്യവാചകർ സ്വാമി പറയുന്നു. വിലങ്കു മനത്താൽ വിമല ഉനക്ക് കലന്ത അൻപാകി കശിന്ത് ഉൾ ഉരുകും നലം താനില്ലാതെ ചിറിയേർക്ക് നൽകി നലം തന്മേൽ വന്ന് അരുളി നീൽ കഴൽകൾ കാട്ടി. ഒരു യോഗ്യതയും ഇല്ലാത്ത എനിക്ക്, ഒരു സംസ്കൃതം പോലും അറിയാത്ത എനിക്ക്, അല്ലെ, ഇത് നമുക്കാ പറഞ്ഞു തരണത്, അല്ലെ, മാണിക്യവാചകർ സ്വാമിക്കല്ല ഇത്. ഇത് ജ്ഞാനികൾ നമുക്ക് വേണ്ടി തരണു. ഒന്നും ഞാൻ ചെയ്തില്ല, ഭഗവാൻ എനിക്ക് അനുഗ്രഹ രൂപത്തിൽ വന്നു. എങ്ങനെ അനുഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ തൃപ്പാദം ശിരസിൽ വെച്ച് കാണിച്ചു. എങ്ങനെയാ ശിരസിൽ വച്ചു നമ്മൾ അറിയണത്? അഭിമാനം ലവലേശം മാറുമ്പോൾ, അഭിമാനം ലവലേശം ഇല്ലാതാവുമ്പോഴാണ് ഭഗവാന്റെ തൃപ്പാദം ശിരസിൽ വന്നു എന്ന് നമ്മൾ അറിയണത്. ഇല്ലാതെ ഭഗവത് പാദമൊന്നും തലയിൽ വന്നിട്ട് അല്ലയോ വത്സ എൻ്റെ കാല് നിന്റെ തലയിൽ വന്നിരിക്കണമെന്നൊന്നും പറയില്ല. അവിടെ ഭഗവാൻ വേറെയല്ല, ഭക്തൻ വേറെയല്ല എന്നൊരു ഭാവം വരും. അതിന് ഭഗവാൻ ഏത് രൂപത്തിൽ വരും? ഗുരു രൂപത്തില്. ഈ സംസാര താപത്തിന്റെ ഇടയിലും ഭഗവാൻ മാനിഫെസ്റ്റ് ആവും. നിലം തന്മേൽ വന്ന് അരുളി നീൽക്കഴൽകൾ കാട്ടി കടയായി കിടந்த അടിയേർക്ക് തായിർ ശിറന്ത തയാവാനേ തത്വനേ. പറയണു ഭഗവാൻ ആരാന്ന് വെച്ചാ തായേ ശിരന്ത്, എത്രയോ അമ്മമാരെക്കാളും ഉയർന്ന സ്നേഹം തരണു, അല്ലെ. അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വാത്സല്യം ഉണ്ട്, അല്ലെ. ഇത് ശതകോടി അമ്മമാര് വന്നാൽ അങ്ങനെ ഇരിക്കും. എത്രയോ കോടിക്കണക്കിന് അമ്മമാരുടെ വാത്സല്യം കിട്ടിയാൽ എന്ത് അനുഭൂതി ഉണ്ടോ അതാണ് ഇവിടെ ഭഗവാന്റെ അനുഭൂതി എന്ന് പറയുന്നത്. ഈണ്ടിടും അണ്ണയിർ പെരുതരുൾ പുരിവോയ് ഉനൈ യാർ വിടുവാർ അരുണാചല. നോക്കൂ, രമണ മഹർഷി അക്ഷരമണമാലെ പറഞ്ഞു, ഒന്നും ഡിഫറൻസേ ഇല്ല, അല്ലേ. ജ്ഞാനികളുടെ വാർത്തകളൊന്നും ഡിഫറൻസേ ഇല്ല. ഉപനിഷത്തിനെ പറയണത് കൂടെ മാതൃ പിതൃ സഹസ്രേഭ്യോ മമ ഹിത ഇഷി ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ മാതൃ പിതൃ സഹസ്രേഭ്യ, ആയിരക്കണക്കിന് മാതാവും പിതാവും തരണ ഒരു ഭക്തി, ഒരു പ്രിയമുണ്ടല്ലോ, ആ പ്രിയത്തിനേക്കാളും അപ്പുറമാണ് ഉപനിഷത്ത് തരണ ഹിതം. നമുക്ക് വേണ്ടതിനെ തരണു ഉപനിഷത്ത്. അതുപോലെ ഈണ്ടിടും അണ്ണയിർ പെരുതരുൾ പുരിവോയ്, അമ്മയെക്കാളും വാത്സല്യം തരണ ഭഗവാന്റെ അനുഭവത്തെ ഞാൻ അറിഞ്ഞു. ഇനി യാർ വിടുവാർ അരുണാചല, ഇനി ഈ പാത ആര് വിടും, അല്ലേ. അപ്പോ തായിർ ശിരന്ത തയാവാനേ, ഭഗവാന് വലിയൊരു ദയാമൂർത്തി എന്ന് പറഞ്ഞു. ദയ ഉണ്ടല്ലേ മാതാവിന്. എന്തൊക്കെ തെറ്റ് കാണിച്ചാലും ആരൊക്കെ പൊറുത്തില്ലെങ്കിലും മാതാവ് പൊറുക്കും. അപ്പൊ ഇത് ആയിരക്കണക്കിന് മാതാവിനെ പോലെ ദയാപാത്രമായിട്ടിരിക്കുന്ന ഭഗവാനെ അങ്ങ് ആരാ? തത്വനേ, തത് ത്വം. ആരാ അത്? ഞാൻ തന്നെ, അല്ലെ. എൻ്റെ ഉള്ളിലിരിക്കുന്ന സ്വരൂപം തന്നെ. മാഷറ്റ ചോതി മലന്ത മലർച്ചുടരേ, ഒരു പുഷ്പം വിരിയണതുപോലെ ഉള്ളിൽ പ്രകാശം വരണു, അല്ലെ. ഒരു പുഷ്പത്തിലെ ഫ്രാഗ്രൻസ് എങ്ങനെ വരണു? പൂവിൽ നാട്ടം പൂണ്ട് ഉയരും നിൻ നേരിയ പെരുമൈ. പൂവില് ഒരു ഫ്രാഗ്രൻസ് എങ്ങനെ ഉണ്ടാവണോ ആ ഫ്രാഗ്രൻസ് പോലെ ഭഗവാൻ തൻ്റെ ഉള്ളില് എന്താ വെളിച്ചമായിട്ട്, പ്രകാശമായിട്ട്, അല്ലേ, പ്രകാശസ്വരൂപമായിട്ട്, അല്ലെ. കാശി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം പോലും എന്താന്ന് വെച്ചാൽ പ്രകാശമായത് എന്നർത്ഥം, വലിയ പ്രകാശമുള്ളത് എന്നർത്ഥം. ആ പ്രകാശമായിട്ട് ഒരു പൂ വിരിയണത് പോലെ പ്രകാശം പരത്തുന്നതായിട്ട് ഭഗവാനെ
തേശനെ തേനാർ അമുതേ ശിവപുരനേ. തേശനെ എന്നുവെച്ചാ ജ്യോതിസ്വരൂപനെ. തേനാർ ഭഗവാന്റെ ബോഡി എന്താന്ന് വെച്ചാ തേൻ. നമുക്ക് തേൻ എന്ന് പറഞ്ഞാൽ ഇനിപ്പ്, വലിയ ഒരു സ്വീറ്റ്നെസ്. ആ ഭഗവാനെ വിളിച്ചിരിക്കുകയാണ് തേനേന്ന് വിളിച്ചിരിക്കുന്നു. ഭഗവാനെ വലിയൊരു ഇനിപ്പേ, ഇൻപ പെരുമാനെ, വലിയൊരു ഷുഗർ. അമുതേ ഭഗവാൻ ആരാ? അമൃതം. മൃത്യുവേ അല്ല ഭഗവാൻ, അമൃതമാണ് ഭഗവാൻ. മൃത്യുവായിട്ട് ഭഗവാൻ വരണത് കൂടെ അമൃതത്വത്തിന്റെ ടേസ്റ്റ് തരാനാണ്. മൃത്യു എന്തിനാ ഉള്ളത്? ശരീരത്തിന്. നമ്മളെ സാധന എന്തിനാ? ഈ ശരീരത്തിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതിന് ആത്മഹത്യയാണോ വഴി? ഇല്ല. ശരീരത്തിലൂടെ മൃത്യും തീർത്വ അമൃതമശ്നുതേ. അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതമശ്നുതേ. ഉപനിഷത്തെ പറയണു, അവിദ്യയിലൂടെ ഈ മൃത്യുവിനെ അങ്ങോട്ട് തീർത്തിട്ട്, നിവർത്തിച്ചിട്ട്, വിദ്യയാ ഭഗവാനാകുന്ന ആ സ്വരൂപം, വിദ്യയാ അമൃതമശ്നുതേ, അമൃതത്വത്തിലേക്ക് കൊണ്ടുപോകണു. ഭഗവാനെ അമൃതമേന്ന് വിളിച്ചു. ശിവപുരനെ എന്ന് വെച്ചാൽ ഭഗവാൻ എവിടെ ഇരിക്കണു? ഉള്ളില് അന്തര്യാമിയായിട്ട് മംഗളമായിട്ടുള്ള ഒരു പുരത്തിലിരിക്കണു. യോ വേത നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. ഉള്ളില് അന്തര്യാമിയായിട്ട് ഭഗവാൻ ഇരിക്കണു. ആ ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അന്തര്യാമിയെ അറിഞ്ഞു കഴിഞ്ഞാൽ പാശമാം പറ്റ് അറുത്ത് പാരിക്കും ആര്യനേ നേശ അരുൾ പുരിന്ത് നെഞ്ചിൽ വഞ്ചം കൊട്. ആ ഭഗവാൻ ഉള്ളില് പാശത്തെ ഇല്ലാതാക്കണു. എന്താ? അറ്റാച്ച്മെന്റിനെ ഇല്ലാതാക്കണു. അല്ലെ? സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗഭാവം തരണു. നമുക്ക് ഏതേതെല്ലാം നമുക്ക് പ്രതിബന്ധമായിട്ടിരിക്കണോ, ഈശ്വര ഭജനത്തിന്, അമൃതത്വത്തിന് പ്രതിബന്ധമായിട്ടിരിക്കണോ, ആ മൃത്യുവിനെ എല്ലാം, ആ പാശത്തെ എല്ലാം ഭഗവാൻ നീക്കണു. അറുത്ത് പാരിക്കും ആര്യനെ. ഭഗവാൻ വലിയൊരു ആചാര്യനാണ്. ആചാര്യ രൂപത്തിൽ, ആചാര്യ ദേവോ ഭവ, ആചാര്യ രൂപത്തില് ഭഗവാൻ വരണു. ബോധം വരുത്തുവതിന് ആളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമഃ. അല്ലെ? ആ ഭഗവാൻ ആചാര്യ രൂപത്തിൽ വന്നിട്ട്, അല്ലെ, ഗുരു രൂപത്തിൽ വന്നിട്ട് ശ്രേഷ്ഠനായിട്ടിരിക്കുന്നു ഭഗവാൻ. ആര്യൻ എന്ന് പറഞ്ഞ ശ്രേഷ്ഠം, ആചാര്യൻ എന്നർത്ഥം. ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു? നേശ അരുൾ പുരിന്ത് നെഞ്ചിൽ വഞ്ചം കൊട്. ഭഗവാൻ സ്നേഹം തരണു. അതിലൂടെ ഭഗവാൻ അനുഗ്രഹം തന്ന് നമ്മുടെ ചിത്തത്തിന്റെ ദോഷം, എന്താ? ചിത്തവൃത്തി യോഗം ചെയ്ത് നിൽക്കണു. ഭഗവാൻ എന്നില് അലിഞ്ഞ് ഞാനായി ഭഗവാനായി മാറി. അല്ലെ? ഞാൻ എന്നുള്ള അഭിമാനം അലിഞ്ഞ് ഇല്ലാതായി ഭഗവാൻ മാത്രമായിട്ട് ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മനസ്സിന്റെ ചിത്തവൃത്തികളിലെ യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തിയെ പതുക്കെ ഇല്ലാതാക്കി മാറ്റി. പേരാത് നിன்றേ പെരും കരുണൈ പേരാറേ. വലിയൊരു പെരിയാറേ എന്ന് വിളിച്ചു ഭഗവാൻ. പേരാത് നിன்ற പെരും കരുണൈ പേരാറേ. വലിയൊരു കരുണയില്ല, കരുണാപൂർണ സുധാബ്ധേ. അസ്മിൻ മഹത്യർനവേന്തരീക്ഷേ. വലിയൊരു മഹാകടലാണ് ഭഗവാൻ. എന്താ കടൽ? കരുണയാകുന്ന കടൽ. ആരാ അമുതേ അളവില്ല പെമ്മാനേ. അതെന്താ? വലിയൊരു തികട്ടാത്ത അമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. അല്ലെ? ദേവന്മാര് അസുരന്മാര് കൂടെ യുദ്ധം ചെയ്ത അമൃതത്വത്തിന് വേണ്ടിയിട്ടാണ്. അമൃതം എന്ന് വെച്ചാൽ മരണമില്ലാത്തതെന്നല്ല. വൺ ഹു വാസ് ബോൺ വിൽ ഡൈ. അല്ലെ? ജനിച്ചിട്ടുണ്ടോ മരിക്കും. നമ്മൾ ജനിച്ച പൊരുളേ അല്ല. അജഹ നിത്യം ശാശ്വതം പുരാണം. അല്ലെ? ഭഗവത്ഗീതയിൽ കൃഷ്ണന്റെ ഉപദേശം എന്താ? അജൻ ആണ്, നീ ജനിച്ചിട്ടേ ഇല്ല, നോട്ട് എവർ ബോൺ. സനാതനമാണ് നീ,
ഒരു കാലത്തും നശിക്കാത്തത്, ഒരു കാലത്തും ആരംഭമില്ല അവസാനമില്ലാത്തത് ആ നീ തികട്ടാത്ത അമുതേ അളവില്ലാ പെമ്മാനെ എന്നുവെച്ചാ ഭഗവാൻ എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ അളവില്ലാതെ ഇരിക്കുന്നു, എല്ലയില്ലാതെ ഇരിക്കുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു അതിവേലം എന്ന് പറഞ്ഞു. ഓരാതൻ ഓരാതാർ ഉള്ളത്ത് ഒളിക്കും ഒളിയാനേ നീരായി ഉരുകിയൻ ആരുയിരായി നിன்றாനേ. എന്നാൽ ഭഗവാനെ അറിയാത്തവർക്ക് ഭഗവാൻ എവിടെ ഇരിക്കണം? പോയി ഒളിഞ്ഞിരിക്കുന്നു. എവിടെ? അന്തര്യാമിയായിട്ട് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു അല്ലേ? ഭഗവാൻ ഇല്ല എന്ന് പറയണ ആളുടെ ഉള്ളിലും ഇരുന്നു ഭഗവാൻ തന്നെയാണ് പറയിക്കുന്നത്. ഭഗവാൻ ഉണ്ട് എന്ന് പറയണ ആളുടെ ഉള്ളിലും ഇരിക്കുന്നത് ഭഗവാൻ തന്നെ. ഭഗവാനെ ഇവിടെ അൾട്ടിമേറ്റ്ലി ഭഗവാൻ ഓൺലി എക്സിസ്റ്റ്, ദാറ്റ് വിച്ച് ഈസ് ആത്മ. ആത്മ ഓൺലി എക്സിസ്റ്റ്. വാട്ട് എക്സിസ്റ്റ്, വാട്ട് ഹാവ് എക്സ്പീരിയൻസ് ഈസ് ഓൺലി ആത്മാസ് എക്സ്പീരിയൻസ്. എന്തിനാണോ എക്സ്പീരിയൻസ് ഉള്ളത്, അനുഭവമുള്ളത്, ഓൺലി ആത്മാവിന് മാത്രമേ അനുഭവമുള്ളൂ. ശരീരത്തിനോ മനസ്സിനോ ഒന്നും അനുഭവമേ ഇല്ല. അതുകൊണ്ട് ഈശ്വരൻ ഇല്ല എന്ന് പറയണവനെ കൂടെയും പറയിക്കേണ്ടത് ആരാന്ന് വെച്ചാൽ ഈശ്വരൻ എങ്ങനെ ഇരുന്ന് പറയണു? ഒളിഞ്ഞിരുന്ന് പറയണു. നീരായി ഉരുക്കി ആരുയിരായി നിன்றாനേ. എൻ്റെ മനസ്സിനെ എൻ്റെ മനസ്സിനെ മെൽറ്റ് ചെയ്യിക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ഭഗവാന് തന്നെ ഉണ്ട് അല്ലേ? മനസ്സിനെ ഉരുക്കാനുള്ള കഴിവില്ലേ? ഭഗവാൻ ഇല്ല എന്ന് പറയണവരെ കൂടെയും ഭക്തിയിൽ ഉരുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഭഗവാന് തന്നെയാണുള്ളത്. ഇൻപം നീരായി ഉരുക്കി ആരുയിരായി നിன்றாനേ ഇൻപവും തുൻപവും ഇല്ലാനേ ഉള്ളാനേ. ഭഗവാന്റെ പ്ലെയിനില് ഇൻപം തുൻപം ഒന്നുമില്ല. മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖതഃ ആഗമാപായിനാഹ. എവിടെ ഉദിക്കണോ ഈ സുഖം, എവിടെ ഈ ദുഃഖം ഉദിക്കണോ, ദാറ്റ് പ്ലെയിൻ ഇറ്റ് സെൽഫ് ഇസ് ഭഗവാൻ. ആ ഭഗവാനോ ഇൻപ തുൻപങ്ങളൊന്നുമേ ഇല്ല അല്ലെ? സുഖം ദുഃഖം എന്ന് പറയുന്നത് ഒരു നാണയം പോലെയാണ്. അപ്പൊ ഭഗവാനോ ആ സുഖദുഃഖങ്ങൾ ഒന്നുമേ ഇല്ല. ഭഗവാൻ എങ്ങനെ ഇരിക്കണു എന്ന് വെച്ചാ ഉള്ളാനേ എന്ന് പറഞ്ഞു. ഉള്ള പൊരുൾ. ഉള്ള പൊരുളിന് തത്കാലത്തേക്കുള്ള മാറ്റമോ ഒന്നുമില്ല. മാറ്റമെല്ലാം ആ ഉള്ള പൊരുളിന്റെ മേലേക്ക് വരണു എന്നല്ലാതെ ഉള്ള പൊരുളിന് നോട്ട് അറ്റ് ഓൾ അഫക്റ്റിങ് എനിത്തിങ്. ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഫുൾ വരച്ചു വെച്ചോളൂ. ആ പേപ്പർ മുഴുവൻ വരയാണെന്ന് വെച്ചോളൂ. എന്നിട്ട് ബാക്ക് സൈഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡ് മാത്രം എന്ന് അർത്ഥമേ ഇല്ല. മൊത്തം മാച്ചാലും വാട്ട് എക്സിസ്റ്റ് ഈസ് പേപ്പർ അല്ലേ? മൊത്തം മാച്ച് കളഞ്ഞാലും പേപ്പർ വിൽ എക്സിസ്റ്റ് അല്ലേ? അതുപോലെ ഒരു പ്ലെയിൻ ആണ് നമ്മുടെ ആത്മാവ്. ആത്മാവിലോ ഒന്നുമേ ബാധിക്കണേ ഇല്ല. അതുകൊണ്ട് ആത്മാവ് എന്താ? ഉള്ള പൊരുൾ എന്ന് പറഞ്ഞു. ഉള്ള പൊരുൾ. നാസതോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സദ. ഉള്ളതിന് അഭാവമില്ല, ഇല്ലാതാവണമില്ല. ഉള്ള പൊരുൾ ഉണ്ടാക്കാനും സാധ്യമല്ല അല്ലെ? ന ഉത്പാദ്യതേ ന ആപ്യതേ ന സംസ്കാര്യതേ ന വികാര്യതേ ന കർത്തൃഭോക്തൃരൂപം വാ. അതിനെ ഉണ്ടാക്കാൻ പറ്റില്ല, സംസ്കരിക്കാൻ പറ്റില്ല, മാറ്റിമറിക്കാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോ ഉള്ള പൊരുളാണ് ഭഗവാൻ. ആ ഭഗവാൻ എങ്ങനെ ഇരിക്കണു? അൻപർക്ക് അൻപനേ, ഭക്തന്മാർക്ക് ഭക്തൻ. ഭക്തന്മാരുടെ ഉള്ളില് പ്രിയം ആയിട്ടില്ലേ? തസ്യ പ്രിയമേവ ശിരഃ. എല്ലാവരുടെ ഉള്ളിലും പ്രിയസ്വരൂപമായിട്ടിരിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. അൻപർക്ക് അൻപനേ യാവയുമായി അല്ലയുമായി ചോദിയനെ തുൻ ഇരുളെ തോൻറാ പെരുമയ്യാനേ ആദിനെ അന്തം നടു ആദിയില്ലാനേ. ആ ഭഗവാൻ എങ്ങനെ? ജ്യോതിസ്വരൂപമനല്ലേ? പലയിടത്തും ഭഗവാന് ജ്യോതിസ്വരൂപൻ ജ്യോതിസ്വരൂപൻ എന്ന് പറഞ്ഞു. വലിയൊരു പ്രകാശം. എന്തിനാന്ന് വെച്ചാൽ അജ്ഞാനമാകുന്ന അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ.
അല്ലെ? അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്നും നമ്മളെ കരകയറ്റണു. എങ്ങനെ കരകയറ്റണു? വെളിച്ചം, വലിയൊരു വെളിച്ചം, എൻലൈറ്റ്മെന്റ് എന്നാണ് നമ്മൾ പറയണത് അല്ലേ. എന്താന്ന് വെച്ചാൽ അത് വെളിച്ചമാണ്. ഈശ്വരൻ വലിയൊരു വെളിച്ചം അല്ലെ. ഭഗവാൻ എന്ന ശബ്ദത്തിന് കൂടെ വെളിച്ചം എന്നാണ് അർത്ഥം. വലിയൊരു വെളിച്ചം, ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശമായത് എന്നർത്ഥം. ദേവ ശബ്ദത്തിന് പ്രകാശം എന്നാണ് അർത്ഥം. അപ്പോ വലിയൊരു മഹിമയോടുകൂടിയുള്ള ഭഗവാനെ അങ്ങക്ക് ആദിയുമില്ല, അന്തവുമില്ല, മധ്യവുമില്ല. ഭഗവാന്റെ ആദിയോ അന്തമോ മധ്യമോ നമുക്ക് കാണാൻ പറ്റില്ല. ഭഗവാനോ സനാതനം, ഉള്ള പൊരുൾ. ദർ ഈസ് നോ ബിഗിനിങ്, ദർ ഈസ് നോ എൻഡ്. ഉള്ള പൊരുളിനില്ലേ മൗനം, മൗനസ്വരൂപമേ എന്ന് വിളിച്ചു ഭഗവാൻ. എന്താന്ന് വെച്ചാൽ മൗനത്തിന് വേർ ഈസ് ഇറ്റ് ബിഗിൻസ് അല്ലേ. ഒരു സംസാരം, ഒരു വാർത്ത, ഒരു വേർഡ് വരണമെങ്കിൽ ദർ ഈസ് എ മൗനം പ്ലെയിൻ വേണം അല്ലെ. മൗനം പ്ലെയിനിലെ ഒരു വേർഡ് കൂടെ വരുള്ളൂ. ആ വേർഡിന്റെ എൻഡിലും മൗനമാണ്. മൗനത്തിന് എവിടെ ആരംഭം? ഒരു വേർഡിനെ നമുക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ ദർ ഈസ് ലിമിറ്റേഷൻസ് അല്ലെ. ആ വേർഡിന് തകന്തപടി അല്ലെ, ആ വേർഡിന് പറ്റണ പടിക്കുള്ള വ്യാഖ്യാനമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. വേർ ഈസ് മൗനം അല്ലെ. മൗനത്തിന് എന്താ വ്യാഖ്യാനം? മൗനത്തിന് എന്താ കമന്ററി പറയണത്? മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം. മൗനം വ്യാഖ്യാനിക്കണത് പരബ്രഹ്മ തത്വമാണ്. അതിൽ എന്തു വേണോ ഇൻക്ലൂഡഡ് ആണ്. മൗനത്തിന്റെ ഉള്ളില് എവറിത്തിങ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ്. അതുകൊണ്ട് ഭഗവാനോ ആദിയുമില്ല, അന്തവുമില്ല അല്ലെ. ആദിയും അന്തവും ഇല്ലാത്തവനെ ஈர்த்து என்னை ஆட்கொண்ட எந்தை பெருமானே കൂർത്തമൈ ജ്ഞാനത്താൽ കൊണ്ട് ഉണർവാനം കരുത്തിൽ. എന്നാൽ ഈ ഭഗവാനെ എങ്ങനെ കിട്ടും? വെരി അണ്ടർലൈൻ ചെയ്തിട്ട് വെക്കേണ്ട വരിയാണിത്. ഈ ഭഗവാനെ നമുക്ക് എങ്ങനെ കിട്ടും എന്ന് പറയാണ്. നോക്കൂ, ഈർത്ത് എന്നെ ആട്കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ടല്ല കേട്ടോ. ഭഗവാനെ എനിക്ക് കിട്ടി, ഭഗവത് ആരാധന ചെയ്യാൻ പറ്റണു എന്നൊക്കെ പറയണതൊന്നും എൻ്റെ കഴിവൊന്നും അല്ല. അത് ഭഗവാൻ തന്നെ വരണം. എങ്ങനെ? ആട്കൊണ്ട്. ഈ സംസാരത്തിൽ ഒരു ബ്രേക്കായിട്ട് ഭഗവാൻ വരണം അല്ലെ. ഒരു മറയായിട്ട്, ഒരു കർട്ടൻ, അല്ലെ, ഒരു നാടകത്തിലെ കർട്ടൻ പോലെ ബ്രേക്ക് ത്രൂ അല്ലെ, ബ്രേക്കായിട്ട് ഭഗവാൻ വരണം. കൂർത്ത മെയ് ജ്ഞാനത്താൽ. ആ ഭഗവാനെ കാണണമെങ്കിൽ ആത്മജ്ഞാനം, മെയ് ജ്ഞാനം എന്ന് പറഞ്ഞു. മെയ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, മെയ് എന്ന് പറയുന്നത് സത്യം. സത്യം ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ആത്മാവിൻ്റെ തന്നെ സ്വരൂപമായ സത്യജ്ഞാനം കൊണ്ട്, ആത്മജ്ഞാനം കൊണ്ട് മാത്രം ഭഗവാൻ ഉണർവാനും കരുത്തിൽ, ബുദ്ധിയിൽ പ്രകാശിക്കുള്ളൂ. ആത്മജ്ഞാനമില്ലാതെ കൂടെ ഭഗവാൻ ബുദ്ധിയിൽ പ്രകാശിക്കയില്ല. ആത്മജ്ഞാനത്തിനെ ഉണർത്തുന്നതോ സത്സംഗമാണ്, സദ്ഗ്രന്ഥമാണ്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ ജീവൻ മുക്തിക്ക് ആത്മാവിനെ അറിയണം. നോക്കൂ, ഭക്തിരസത്തിൽ കൂടെയും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു, ആത്മജ്ഞാനമില്ലാതെ ഭഗവാനെ കാണാനേ പറ്റില്ല. കാരണം ഭഗവാനെ തൻ്റെ സ്വരൂപത്തിലാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. നോക്കൂ അറിയാ നോക്കേ നുണുക്കു അറിയാ നുൺ ഉണർവേ. ഭഗവാനെ ആർക്കും കാണാനേ കഴിയില്ല. നതത്ര ചക്ഷുർഗച്ഛതി. ഈ കണ്ണുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാനേ പറ്റില്ല. എന്നാൽ ഭഗവാനോ എല്ലാത്തിനെയും കണ്ടുകൊണ്ടേയിരിക്കുന്നു. സൂക്ഷ്മദർശി ഭഗവാന്റെ ഒരു നാമമാണ് അല്ലേ. കണ്ണുക്ക് കണ്ണായി കണ്ണിன்றி കാണുനേ, കാണുവത് എവർ പാർ അരുണാചല. കാണുവത് എവർ, ആര് കാണും ഭഗവാനെ? പക്ഷേ ഭഗവാനെ ഒരു പ്രാർത്ഥനയുണ്ട്, പാർ അരുണാചല, എന്നെ കാണൂ ഭഗവാനെ. ഭഗവാനോ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഇരിക്കണു. നുണുക്ക് അരിയ നുൺ ഉണർവേ. നുണു എന്ന് പറഞ്ഞ ശുദ്ധ അറിവ്. എങ്ങനെയാ അറിവ് എന്ന് വെച്ചാ, എൻ്റെ ഉള്ളില് ബോധസ്വരൂപമായിട്ട് ഭഗവാൻ ഇരിക്കണു.
ഉണർവായിട്ടിരിക്കണു ഭഗവാൻ. ഉണർവ് എന്ന് വെച്ചാൽ ബോധം, നുണ്ണ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് അല്ലേ, നുണുക്ക് വിദ്യ എന്ന് പറയുന്നില്ലേ നമ്മളില്ലേ, അത് വളരെ സൂക്ഷ്മ വിദ്യയാണ് നുണുക്ക് വിദ്യ എന്ന് പറയുന്നത്. നമ്മൾ ഏതോ ടോപ്പിൽ ഇങ്ങനെ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ അല്ലേ, ചുമ്മാ നുണുക്ക് വിദ്യ കാണിക്കരുത് എന്ന് വെച്ചാൽ സൂക്ഷ്മ വിദ്യ, എളുപ്പവഴി, വളരെ സൂക്ഷ്മമായിട്ട് അല്ലേ. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എളുപ്പം നമ്മൾ ഉള്ളിലേക്ക് പോയി വരുമ്പോൾ ചെറുതാവണതിനാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. അതിനാണ് നുണുക്ക് വിദ്യ എന്ന് പറയുന്നത്, സൂക്ഷ്മ വിദ്യ. ആ സൂക്ഷ്മമായതിനെ ഉണർവ്, എന്താ ഉണർവ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വരൂപത്തെ അറിഞ്ഞ് പോക്കും വരവും പുണർവും ഇല്ല പുണ്യനേ. അപ്പോൾ മനസ്സിലാവും ഭഗവാനോ പോക്കു വരവൊന്നുമില്ല, പോക്കും വരവുമില്ല പൊതുവെളി വീട്ടിൽ അരുൾ പോരാട്ടം കാട്ട് എന്ന അരുണാചല. പോക്കും വരവുമില്ലാത്ത സ്ഥലം എവിടെ പോവാനാ അല്ലേ? ഇതിൻ്റെ ഉള്ളിലും വെളിയിലും ഒക്കെ ഈശ്വരനാ ഉള്ളത്. ഒരു ബലൂണിൻ്റെ ഉള്ളിനകത്ത് മുഴുവൻ വായുവാണുള്ളത്, അത് പൊട്ടിയാലോ വെളിയിലും വായു തന്നെയാണുള്ളത് അല്ലേ. ഇതിൻ്റെ ഇടയിലൊരു മീഡിയമായിട്ട് ഒരു തോല് പോലെ ശരീരം ഇരിക്കണമെന്നേ ഉള്ളൂ, വെളിയിലും അകത്തും ഇല്ലേ, ഉള്ളിലും വെളിയിലും. തമൈവൈക്കം ജാനത ആത്മാനം അന്യാവാച വിമുഞ്ചത. വെളിയിൽ മുഴുവൻ പരന്ന് വ്യാപിച്ചിരിക്കണതും ഈശ്വരൻ തന്നെയാണ്. പോക്കും വരവും പുണർവും അത് ഒന്നിനുമായിട്ട് മെർജാവണേ ഇല്ല അല്ലേ. അതിനോട് മെർജായ അല്ലേ, നമ്മൾ രണ്ടുപേരായിട്ട് കൂടി ചേർന്ന രണ്ടുപേര് ഒരുമിച്ച് നിൽക്കണമെന്ന് പറയും. പക്ഷേ ഈശ്വരനായിട്ട് നമ്മൾ കലർന്ന ഈശ്വരനായിട്ട് മാറും അല്ലേ, മെൽട്ടായി അങ്ങോട്ട് പോകും. നമ്മുടെ അഭിമാനം വിൽ മെൽട്ടായിട്ട് ഈശ്വരനായിട്ട് മാത്രം വിളങ്ങും. അതാണ് പുണർവെന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേരണത് എന്നർത്ഥം. ഇല്ലാ പുണ്യനേ, ഭഗവാന് പുണ്യമാണ്, അതില് അശുദ്ധമില്ല. അശുദ്ധമില്ലാതെ ശുദ്ധബോധസ്വരൂപമായിട്ട് ഭഗവാൻ നിൽക്കണു. ആ ഭഗവാനോ ഒന്നുമായിട്ട് മിക്സ് ഇല്ല അല്ലേ, മിക്സിങ് ഇല്ല അതില്. ബ്രഹ്മസൂത്രത്തിൽ പോലും ഭഗവാൻ ഇത് ഒന്നുമായിട്ട് നമ്മൾ മിക്സാക്കി നമ്മൾ വച്ചിരിക്കണതാണെന്നല്ലാതെ ആത്മാവോ ഒന്നിനുമായിട്ട് മിക്സ് ആവണേ ഇല്ല. കാക്കും എം കാവലനെ കാൻ പരീയ പേരാളിയെ. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ സംരക്ഷിക്കും. അത് വലിയൊരു പോലീസാണത്ര. ഈശ്വരൻ എന്ന് പറയുന്നത് വലിയൊരു കാവലനെ എന്ന് പറഞ്ഞു. കാവലൻ എന്ന് പറഞ്ഞാൽ വലിയ പാതി കാക്കണ ആള് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യണ ആള്. ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണു. നമ്മൾ പോയി എന്താ ഇല്ലാത്ത വസ്തുവിനെ പോയി നമ്മളാണെന്ന് കരുതിയിട്ട് നമ്മൾ സെക്യൂർഡ് അല്ല എന്ന് വിചാരിച്ച് സെക്യൂരിറ്റി വെളിയിൽ നിന്ന് നമ്മൾ കിട്ടണം അല്ലേ. ധാരാളം കാശുണ്ടെങ്കിൽ നമ്മൾ സെക്യൂർഡ് ആവുമെന്ന് വിചാരിക്കണം. ധാരാളം ആൾക്കാരുണ്ടെങ്കിൽ ബന്ധുജനങ്ങളുണ്ടെങ്കിൽ നമ്മൾ സെക്യൂർഡ് ആണെന്ന് വിചാരിക്കണം. ധാരാളം കർമ്മം ചെയ്ത് ടൈറ്റാക്കി വെച്ചാൽ നമ്മൾ സെക്യൂർ ആവുമെന്ന് വിചാരിക്കണം. പക്ഷേ നമ്മൾ എല്ലാവരും സെക്യൂർഡ് ആണ്. നമ്മൾ അൺസെക്യൂരിറ്റിയിൽ പോയി പിടിച്ചിട്ടാണ് നമ്മൾ സെക്യൂർഡ് അല്ല എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കാക്കും എൻ കാവലനെ കാൻ പറിയ പേരാളിയെ ആട്ടിൻപ വെള്ളമേ അത്താ മിക്കായി നിன்ற തോற்றച്ചുടർ ഒളിയായി ചൊല്ലാത്ത നുൺ ഉണർവായി. ഭഗവാനെ ആട്ടിൻപ വെള്ളമേ എന്ന് വിളിച്ചു. വെള്ളം എന്ന് പറഞ്ഞാൽ തമിഴിൽ, ഇപ്പം നമുക്ക് മലയാളത്തിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ അല്ലേ. നമ്മൾ പൊതുവിൽ വെള്ളം തമിഴ്നാട്ടിൽ പോയി വെള്ളം എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം എന്നാണ് അർത്ഥം, ഫ്ലഡ് എന്നർത്ഥം. ആട്ടിൻപ നോക്കൂ, വലിയൊരു പ്രേമത്തിൻ്റെ ജലാശയം പൊങ്ങിത്തതുമ്പി അല്ലേ. കാകം ഉറവ് കലന്തു ഉന്നക്കണ്ടി അഖണ്ഡാകാര ശിവഭോഗം എന്നും തേൻ പൊങ്കിത്തതുമ്പി പൂരണമായി കിടക്കുന്നത്. ഒരു പൂർണ്ണത്തിനെ പറയണം. ഇൻപം അല്ലേ, ഒരു ആറാത ഇൻപം, ഒരു കാലത്തും ഇല്ലാതാവാത്ത നിറഞ്ഞു തുളുമ്പണ ആ സ്നേഹസ്വരൂപമേ എന്ന് വിളിച്ചു ഭഗവാനെ. അത്താ, എൻ്റെ അച്ഛനെ എന്ന് വിളിച്ചു. എന്നെ സംരക്ഷിക്കണ എൻ്റെ പിതാവേ. മിക്കായി നിன்ற തോറ്റച്ചുടർ ഒളിയായി ചൊല്ലാതെ നുൺ ഉണർവായി.
അങ്ങ് എങ്ങനെ എന്താ ചെയ്യണത്? സ്വയം പ്രകാശിതമായിട്ടിരിക്കണു. ആത്മാവോ സ്വയം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. സ്വയമേവ വിളങ്ങിയിരിക്കണം, സ്വയമേവ പ്രകാശസ്വരൂപനായിട്ട് അങ്ങിരിക്കണു. ചൊല്ലാതെ ഉണർവേ പറയാൻ പറ്റാത്ത, ന തത്ര വാഗ്ഗച്ഛതി ന മനോഗച്ഛതി ന വിദ്മോ ന വിജാനീമോ. അവിടേക്ക് വാക്കെത്തില്ല. അതുകൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തെ, ആനന്ദ സ്വരൂപത്തെ വി കനോട്ട് എക്സ്പ്രസ് ത്രൂ വേർഡ്സ്. അതുകൊണ്ടാണ് ജ്ഞാനികളെല്ലാം തത്ര പിത്ര പറയുന്നത്. ഈ ആത്മാനുഭവത്തിനെ വി കനോട്ട് എക്സ്പ്രസ് ത്രൂ വേർഡ്സ്. വേർഡ്സിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനേ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏതോ നമുക്കില്ലാത്ത കുറെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അവർ പറയും ഇതുപോലത്തെ അനുഭവം ഇതുപോലത്തെ അനുഭവം എന്ന് പറഞ്ഞു തരണം. അല്ലെ, കറന്തപാൽ കന്തലുടൻ നെയ് കലന്താർ പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞു തരികയാണ്. ഭഗവാൻ പറയാൻ പറ്റാത്ത സൂക്ഷ്മസ്വരൂപമാണ്. എന്ന് വെച്ചാൽ സൂക്ഷ്മത്തെ അറിയണമെങ്കിൽ നമ്മൾ യു ഹാവ് ടു ബി സൂക്ഷ്മം. സൂക്ഷ്മതലത്തിൽ നമ്മൾ ഉള്ളിലേക്ക് അറിഞ്ഞ് പോയി നമ്മുടെ സ്വരൂപമായി നമ്മൾ ഉണരണം. അല്ലേ, ഉണർവായി സൂക്ഷ്മത്തിൽ പോയി ഉണരണം. നമ്മൾ ആത്മാവിൽ പോയി ഉണർന്ന ആ ഭഗവാൻ സ്വയമേവ തത്വസ്വരൂപമായിട്ട് താനേ തത്വമായിട്ട് വിളങ്ങും. മാറ്റമാം വെയ്യകത്തിൻ വെവ്വേറെ വന്ന് അറിവാം തേற்றனே തേற்றത്തെളിവേ എൻ ചിന്തനയുൾ. ഈ മാറിക്കൊണ്ടിരിക്കണ ഈ പ്രപഞ്ചം അല്ലേ, ഇന്ന് കണ്ടതുപോലെയല്ല നാളെ. 10 വർഷം കഴിഞ്ഞാൽ ഇത് പാടെ മാറിപ്പോയി. അല്ലെ, ശരീരം കൂടെ പ്രകർഷേണ 5 അല്ലെ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ശരീരം. തസ്മാത് ആകാശ സംഭൂതഃ ആകാശാത് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്യഃ പൃഥിവീ പൃഥിവ്യാമോഷധയഃ ഓഷധേഭ്യോ അന്നം അന്നാത് പുരുഷഃ. ഈ പഞ്ചഭൂതങ്ങളുടെ മിശ്രിതമായിട്ടുള്ളതാണ് ഈ ശരീരം. ഈ ശരീരം കൂടെ പ്രപഞ്ചമാണിത്, മാറിക്കൊണ്ടേയിരിക്കണു. അതിൻ്റെ ഉള്ളിൽ അറിവേ സ്വരൂപമായിട്ടിരിക്കണു. ആര്? ഭഗവാൻ ഇരിക്കണു. എങ്ങനെ? വെവ്വേറെ വന്ന് അറിവാം തേற்றனே തെളിവേ, തെളിഞ്ഞ അറിവ് അല്ലേ, അനുഭൂതിരസമായിട്ട് ഉള്ളിൽ തെളിവേ എൻ ചിന്തനയുൾ ഊട്ടാന ഉണ്ണാർ അമൃതേ. ഭഗവാനെ ഇത് ആരും കഴിച്ചിട്ടില്ലാത്ത അമൃതേ എന്ന് പറയണം. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഡെലീഷ്യസ് ഫുഡ് പോലെ ഇരിക്കണു ഭഗവാൻ എന്ന് വെച്ചാൽ കഴിച്ചവൻ പോയില്ലേ. ശാപ്പാട് ഉണ്ണൈ ശാന്ത ഉണവായായി ശാന്തമായി പോവൻ അരുണാചല. അല്ലെ, ഇതിന് ഭഗവാനെ പോയി നമ്മൾ കഴിച്ചു നോക്കൂ, കഴിച്ചവൻ പിന്നെ അവിടെ ഇല്ലാതായി. അല്ലെ, കഴിച്ചവൻ എവിടെ പോയി? മറഞ്ഞു പോയി. നമ്മൾ പോയി ഭഗവാനെ കഴിക്കാന്ന് പറഞ്ഞു പോണു, ഭഗവാൻ നമ്മളെ കഴിക്കണു. അല്ലെ, ഉപാസനയൊക്കെ ചെയ്യണവർ വിചാരിക്കും ഇപ്പൊ ജപം ചെയ്ത് ഭഗവാൻ അങ്ങോട്ട് വലയിലാക്കാന്ന് വിചാരിക്കും. വാസ്തവത്തില് നമ്മൾ ഭഗവാന്റെ വലയിൽ അകപ്പെട്ട് ഭഗവാനായി മാറണമെന്നല്ലാതെ അല്ലെ നമുക്ക് പോയി ഭഗവാനെ പിടിക്കാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് തേற்றனே തെളിവേ എൻ ചിന്തനയുൾ ഊട്ടാനേ ഉണ്ണാർ അമുതേ ഉടയ്യാനേ. എൻ്റെ ഓണർ ആരാ? ഹൂ ഇസ് ദ ഓണർ എന്ന് വെച്ചാൽ പരമേശ്വരൻ, ഈശ്വരനാണ് എൻ്റെ ഓണർ. ആ ഭഗവാൻ വേറ്റുവികാര വിടക്ക് ഉടമ്പിൽ ഉൾക്കിടപ്പ ആട്രേൻ എം അയ്യാ അരനേ ഓ എന്ന്. ആ ഭഗവാൻ എന്നെ എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ ശരീരത്തിലും അല്ലെ യൗവനം കൗമാരം വാർദ്ധക്യം എന്ന് പറയുന്ന മാറ്റങ്ങൾ വരണ ഈ ശരീരത്തിന്റെ ഉള്ളിൽ പിടിച്ചിരുത്തിക്കണമല്ലോ ഭഗവാനെ. നമുക്ക് പ്രാരാബ്ദം, ഈ പ്രാരാബ്ദം ഒന്ന് വിട്ടുപോകണം ഭഗവാനെ. അതിനുവേണ്ടി എന്നെ സഹായിക്കൂ ഭഗവാനെ. എം അയ്യാ അരനേ ഓ എന്ന്. ഭഗവാനെ, അയ്യനെ, ഹരനെ, എല്ലാത്തിനെയും ഇല്ലാതാക്കണേ എന്ന് ഭക്തന്മാർ പാടിക്കൊണ്ടിരിക്കണു. ഭഗവാനെ എനിക്കും കൂടെ ഒരു സഹായം ചെയ്യൂ. എന്താ? ഈ കൂട്ട് ഓട്ടൈ സടലം ഒടുങ്ക,
ഈ കൂടിൽ നിന്നും എന്നെ ഫ്രീ ആക്കി തരൂ, സ്വതന്ത്രമാക്കി തരൂ. അല്ലേ, എത്ര സ്വർണ്ണക്കൂട്ടിൽ കൊണ്ടിട്ടാലും ഒരു കിളിക്ക് സ്വതന്ത്രമേ അല്ല. ആ കിളി ആ സ്വതന്ത്രം തേടി പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ പോറ്റി പുകഴ്ന്നിരുന്ന് എല്ലാവരും എൻ്റെ അയ്യനെ 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 എന്ന് പ്രാർത്ഥിക്കണു ഭഗവാനെ. പൊയ് കെട്ട് മെയ് ആനാൻ, ഈ ജഡത്തിലെ ഈ മിഥ്യയാകുന്ന ജഡാനുഭവം, ഈ ശവാനുഭവത്തിൽ നിന്നും ഭഗവാനെ എനിക്ക് മെയ് ആനാർ, ഈ ശവാനുഭവത്തിൽ നിന്നും, ശവാനുഭവമാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്, ഈ ശവാനുഭവത്തിൽ നിന്നും ശിവാനുഭവത്തെ തന്ന് മീട്ട് ഇലങ്കുവന്ത് വിനയ് പിറവി ശാരാമേ. എൻ്റെ കർമ്മഫലം ഉണ്ടല്ലോ അല്ലെ, കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരാൾ ഒരു അടി തന്നാൽ അതിൻ്റെ വേദന ഉണ്ടല്ലോ, അതാണ് ഫലം. തിരിച്ചൊരടി കൊടുത്താൽ അയാൾ തിരിച്ചു തരണയൊക്കെ വാങ്ങിച്ചോണം, അത് വേറൊരു ഫലം അല്ലേ. ഈ കർമ്മം എന്നത് വിനയ് ഉന്തീപര എന്ന് രമണ മഹർഷിയെ പറഞ്ഞു. ഈ കർമ്മം കൊണ്ട് കർമ്മത്തിനെ വി കനോട്ട് മേക്ക് ഇറ്റ് ആൻ എൻഡ്. കർമ്മം കൊണ്ട് നമ്മൾ കർമ്മത്തിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. കർമ്മം ന കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വം ആനശു. കർമ്മത്തിൽ നിന്നും മാറി കർമ്മമേ ഇല്ലാതിരിക്കണം. ആ കർമ്മം ഇല്ലാതിരിക്കാൻ എനിക്ക് അനുഗ്രഹം തരേണ്ടത് ആരാന്ന് വെച്ചാൽ സാക്ഷാത് ഈശ്വരൻ തന്നെയാണ്. വിനയ് പിറവി ശാരാമേ കള്ളപ്പുലക്കുറുമ്പേ കട്ടഴിക്കവല്ലാനേ. ഈ ഇന്ദ്രിയ ശക്തിയിൽ നിന്നും എന്നെ അല്ലേ, ചതുർഭക്താതി സംസ്ഥിത പഞ്ചഭക്താതി സംസ്ഥിതം, ഓരോ ഇന്ദ്രിയത്തിന്റെ ബലം ഭഗവാൻ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരിക. എൻ്റെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഭഗവാനായി മാറുക. അല്ലാതെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോണ്ട അല്ലേ. ഇന്ദ്രിയങ്ങൾക്കിടയിൽ വാളെടുത്ത് ഫൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ വേണ്ട. ഫൈറ്റിങ്ങേ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഭഗവാനായി മാറുക ഇന്ദ്രിയങ്ങളെല്ലാം ഇല്ലേ. വിളയും ശിവാനന്ദ ഭൂമി അന്തവെട്ട വെളി നന്ദി ദുഷ്ട ഇരുളാം കളയെ കളൈந்த பின் பார்த்தேன் ஐயன் കളയെன்று വേറൊന്നും കണ്ടില്ലെൻ തോഴി. ഇതൊരു ശിവാനന്ദം വിളയണ ഭൂമി. ഇതിൽ കള പറിച്ച് കളയാന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സാണ് ഈശ്വരധ്യാനം. ഈശ്വരധ്യാനം എത്രത്തോളം നമ്മൾ ചെയ്യണോ കള പറിച്ചുകൊണ്ടേയിരിക്കണം. സ്വയമേവ നമ്മുടെ കളയൊക്കെ മാറി നൾ ഇരുളിൽ നട്ടം പയിன்று ആടും താതനേ തില്ലയുൾ കൂത്താനേ തെൻപാണ്ടി നാട്ടാനേ. ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് അല്ലേ, നമ്മളെയൊക്കെ നൾ ഇരുളിൽ നട്ടം പയിன்று, നമ്മളൊക്കെ സുഖമായിട്ട് നിദ്ര തന്നിട്ട് ഭഗവാൻ ആടിക്കൊണ്ടേയിരിക്കണം, ഉണർന്ന് ആടിക്കൊണ്ടിരിക്കണം അല്ലേ. ഭഗവാൻ എപ്പോൾ ആട്ടം നിർത്തിയോ നിദ്രയിൽ നിന്ന് നമ്മൾ ഉണരയില്ല. രാവിലെ എണീറ്റുള്ളൂ ജീവനുണ്ട് എന്ന് പറയണില്ലേ. എന്തുകൊണ്ടാ? ഭഗവാൻ ഉള്ളിലുണ്ട്, ആ ഭഗവത് പ്രകാശം അടിക്കണുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴിച്ച് ജീവനുണ്ട് എന്ന് പറയണത് അല്ലേ. അതുകൊണ്ട് നൾ ഇരുളിൽ നട്ടം പയിன்று ആടും താതനെ, ഭഗവാൻ ആ പിതാരൂപത്തിൽ ഉള്ളിലിരുന്ന് നർത്തനം ചെയ്യണു ഭഗവാൻ. തില്ലയുൾ കൂത്താനെ തെൻപാണ്ടി നാട്ടാനെ, ചിദംബരത്തിലെ നടനം അല്ലേ. ഭഗവാൻ ചിത്താകാശത്തിൽ, ആകാശത്തിൽ, ഹൃദയാകാശത്തിൽ. ചിദംബരം എന്ന് പറഞ്ഞത് നമ്മൾ പോയി തമിഴ്നാട്ടിൽ പോയി തൊഴണതല്ല. എൻ്റെ ഉള്ളിൽ ചിതാകാശത്തിൽ, ഹൃദയമാകുന്ന ആകാശത്തിൽ നിലകൊണ്ട് ഡാൻസ് കളിക്കണു ഭഗവാൻ. അഹം അഹം ഇതി നൃത്യസി പോഹോ തേവതന്തി ഹൃദയം നാമ. എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് നടനം ചെയ്തുകൊണ്ടേയിരിക്കണു ഭഗവാൻ. തില്ലയുൾ കൂത്താനെ തെൻപാണ്ടി നാട്ടാനെ, ഈ തമിഴ്നാട്ടുകാരുടെ നാഥനായിട്ട് നിൽക്കുന്ന ഭഗവാനെ. അല്ലൽ പിറവി അറുപ്പാനെ ഓ വെன்று ചൊല്ലർക്ക് അറിയാനേ ചൊല്ലിത്തിരുവടിക്കീഴ് ചൊല്ലിയ പാട്ടിൻ പൊരുൾ ഉണർന്ന് ചൊല്ലുവാൻ ചെൽവർ ശിവപുരത്തിൽ ഉള്ളാൻ ശിവൻ അടിക്കീഴ് പെല്ലോരും ഏത്ത പണിന്ത്. അങ്ങനെ ഇതിന് സ്തുതിയായിട്ട് പറയാണ്. അല്ലൽ പിറവി അറുപ്പാനെ. ഭഗവാൻ അല്ലൽ എന്ന് പറഞ്ഞാൽ ഈ സംസാര താപം, നമ്മളെല്ലാവരെയും അലട്ടണ ഒരു
കാര്യം എന്താന്ന് വെച്ചാൽ ഈ സംസാര താപം. ഭഗവാൻ എന്ത് ചെയ്യണു? ഈ സംസാര താപത്തിന് ഒരു അറുതിയായിട്ട് വരണം. ഈ താപത്തിൽ നിന്നും നമ്മളെ കരകയറ്റണു ഭഗവാൻ. എങ്ങനെ കരകയറ്റണു എന്ന് വെച്ചാൽ ശിവപുരാണം തന്നിട്ട്. ചൊല്ലർക്ക് അറിയാനെ ചൊല്ലി തിരുവടിക്കീഴ് ചൊല്ലിയ പാട്ടിൻ പൊരുൾ. ഇവിടെ മാണിക്യവാചകർ സ്വാമി ഈ പാട്ടിൻ്റെ പൊരുളിലെ ഭഗവാനെ തന്നെ ഭഗവാന്റെ തിരുവടിയിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്തിന് സമർപ്പിച്ചിരിക്കണം എന്ന് വെച്ചാൽ ഇതെടുത്ത് ആര് വായിക്കുമോ, ഇതെടുത്ത് ആര് പാരായണം ചെയ്യുമോ, ഇതെടുത്ത് ആര് വിചാരം ചെയ്യുമോ, ഒരു ശിവരാത്രി കൂടെ അതാണ് ശിവമായി മാറണം. അല്ലേ? ശിവരാത്രി കൂടെ വരണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ശിവമായി മാറാൻ, ചലിക്കാതിരിക്കാൻ, ശിവം മംഗളമായിട്ട് മാറാൻ. അല്ലേ? ആ രാത്രി മംഗളമാവണമെങ്കിൽ നമ്മൾ മംഗളമായി മാറണം. നമ്മുടെ ഉള്ളിലെ മംഗളസ്വരൂപത്തെ നമ്മൾ എപ്പോൾ അറിയണോ അപ്പോഴാണ് ശിവരാത്രി ആവണത്. അല്ലേ? ശിവരാത്രിയുടെ തത്വം കൂടെ ആ രാത്രി വിചാരം ചെയ്ത് നമ്മൾ ശിവത്തെ അറിയുക, അനുഭൂതിയെ അറിയുക. അത് ഈ ശിവപുരത്തിൽ പോയി ശിവന്റെ പാദത്തിൽ പോയി വീഴണു. നമ്മൾ ഈ ശിവപുരാണം വായിച്ചാൽ കൂടെയും എന്താ പെരുമാന്ന് പറഞ്ഞാൽ ശിവന്റെ പാദത്തിൽ പോയി വീഴണു. അല്ലേ? മാണിക്യവാചകർ സ്വാമി ഈ ഗ്രന്ഥം കാണുന്നത് തന്നെ ശിവന്റെ പാദത്തിലാണ്. ശിവനെ എഴുതി ശിവപാദത്തിൽ വെച്ച് ശിവന്റെ ഒപ്പം കൂടെ ഇട്ടിട്ട് പോയിരിക്കണു. അല്ലേ? തിരുച്ചിട്രമ്പലം എന്ന് സിഗ്നേച്ചർ കൂടെ ഇട്ടിട്ട് പോയിരിക്കണു. ഇതിൻ്റെ അർത്ഥം മാണിക്യവാചകല്ലേ, ഞാനാണ് എഴുതിയത്, എൻ്റെ പാട്ടല്ലേ, ഇതിനർത്ഥം ഞാൻ പറയാമെന്നുള്ളൊരു അഭിമാനമൊന്നും ഇല്ലായിരുന്നു. എന്ത് പറഞ്ഞു? ഇതുക്ക് ഒരു ഇവനെ എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര കാലം ഇത്ര ദിവസം വിചാരം ചെയ്തു വന്ന് ഈ ശിവരാത്രി പര്യന്തം വിചാരം ചെയ്ത് ഈ ശിവരാത്രി ദിവസം ഇതിൻ്റെ അർത്ഥം കൂടെ ഭഗവാന്റെയും ഗുരുവിൻ്റെയും പാദത്തിൽ സമർപ്പിച്ചത് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ആ സ്വരൂപത്തെ വിളങ്ങാൻ നമുക്ക് നമഃശിവായ എന്നൊരു മന്ത്രം നമ്മൾ വിചാരത്തിൽ നിത്യനിരന്തരമായിട്ട് വിചാരത്തിൽ ഉള്ളിൽ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ശാന്തി ഉണ്ടാവും. ശാന്തി, സമൃദ്ധം, അമൃതം. മൂന്നും ഭഗവാന്റെ തന്നെ നാമമാണ്. ശാന്തി ഭഗവാന്റെ നാമം, സമൃദ്ധം ഭഗവാന്റെ നാമം, അമൃതം ഭഗവാന്റെ തന്നെ നാമം. ഈ ശിവപുരാണം തിരുവാചകം രമണചരണ തീർത്ഥസ്വാമികളുടെ തൃപ്പാദത്തിലും സാക്ഷാത് പരമേശ്വരൻ്റെ തൃപ്പാദത്തിലും സമർപ്പിച്ച് മാണിക്യവാചകർ സ്വാമിയെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേകം രമണാഖ്യം അഹം അഹ ഹരി ഓം.